നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കയ്പമംഗലം MLA E.T. ടൈസൺ മത്സരിക്കും. 3 ടേം പൂർത്തിയാക്കി ടൈസൺ ഇളവ് നൽകും. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ TT ജിസ്മോൻ മത്സരിക്കും. നാട്ടികയിൽ സിറ്റിംഗ് MLA CC മുകുന്ദന് സീറ്റില്ല. പകരം ഗീതാഗോപി മത്സരിക്കും. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ മത്സരിക്കും. തൃശൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച പിന്നീടാണ്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ പേരും തൃശൂരിൽ പരിഗണനയിലുണ്ട്. ഷഫീദ് റാവത്തർ വിളിച്ചിരുന്നു. ഷഫീദ്, 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി ടൈസൺ മാസ്റ്റർ മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിൽ ചർച്ച മാറ്റിവെച്ചിരിക്കുന്നത് VS സുനിൽകുമാറിന് ഇനിയും ഒരു ലൈഫ് ഉണ്ട് എന്നർത്ഥത്തിനുണ്ടോ ഷഫീദ്? വേണമെങ്കിൽ നമുക്ക് അക്കാര്യത്തെ അങ്ങനെ കൂടി വ്യാഖ്യാനിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ച് കൗൺസിലിലേക്ക് എത്തി പാസ്സാക്കിയതല്ല. പലതരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീടാണ് കൗൺസിലിലേക്ക് എത്തി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ജില്ലാ പട്ടികയിൽ നേരത്തെ തന്നെ പറഞ്ഞ പേരുകളും ഒഴിവാക്കിയ പേരുകളെ കുറിച്ചും ഒക്കെ കാര്യമായിട്ടുള്ള ചില തർക്കങ്ങൾ നടന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥിത്വം അത് പറവൂരിൽ E.T. ടൈസൺ തന്നെ ഇറങ്ങും. കയ്പമംഗലം MLA E.T. ടൈസൺ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നേരിടാൻ ഇറങ്ങും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇളവ് നൽകിയാണ് മത്സരത്തിന് എത്തിയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കമ്മിറ്റി നൽകിയ പേരുകൾ തള്ളി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റു പേരുകൾ നോക്കിയാൽ അതിൽ നാട്ടികയാണ്. നാട്ടികയിൽ സിറ്റിംഗ് MLA CC മുകുന്ദന്റെ സീറ്റില്ല. വിവാദങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം ഗീതാഗോപിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ MLA ആണ്. അദ്ദേഹത്തെ തന്നെ പരിഗണിക്കുന്നു എന്നുള്ളത് പരിഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പുനലൂരിൽ അജയ് പ്രസാദ് നായർ കാൻഡിഡേറ്റെ കൂടി വ്യാഖ്യാനിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ചാത്തന്നൂരിൽ R. രാജേന്ദ്രൻ സീനിയർ നേതാവാണ്. ജയലാൽ ആദ്യമായി MLA ആയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചത് അത് R. രാജേന്ദ്രനായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് R. രാജേന്ദ്രൻ. അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു. ഇനി മറ്റ് കാൻഡിഡേറ്റ്ഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന തൃശൂർ സീറ്റാണ്. തൃശൂർ സീറ്റിൽ ചർച്ച പിന്നീട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ പേരുകളടക്കം അതിന്റെ ഒപ്പം ആലങ്കോട് ലീലാകൃഷ്ണന്റെ പേരും ചർച്ചയിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂവാറ്റുപുഴയിൽ N. അരുണും അതേപോലെ ഹരിപ്പാട് ജിസ്മോനും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി CPI തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ പുറത്തേക്ക് വരികയും ചെയ്യും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.